പ്രിയമുള്ളവരെ, വരിക്കോലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്, അതായത് 2017 ജൂലൈ മാസം 16-17 ദിവസങ്ങളിൽ അവിടുത്തെ 2 ഇടവകാംഗങ്ങൾക്ക് ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ താൻ ഏത് വിശ്വാസത്തിലാണോ ജനിച്ചു വളർന്നത് ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു മാന്യമായ ശവസംസ്കാര ശുശ്രൂഷ 2 വ്യക്തികൾക്ക് നിഷേധിക്കുന്ന ഒരു അനുഭവം വരിക്കോലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവുകയുണ്ടായി. എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും അതിന് താൻ വിശ്വസിക്കാത്ത ഒരു സഭയിലെ, താൻ എന്നും ഏതൊരു വിശ്വാസത്തെയാണോ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സഭയിലെ പുരോഹിതനെ കൊണ്ട് മാത്രം തൻ്റെ ബന്ധുമിത്രാദികളുടെ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തുകയുള്ളൂ എന്ന് തീരുമാനമെടുത്ത് അതിലുറച്ചു നിന്ന ആ കുടുംബാംഗങ്ങളെ അഭിനന്ദിക്കുന്നതിനും അവരുടെ ആ സത്യവിശ്വാസം എന്നും യാക്കോബായ സുറിയാനി സഭാംഗങ്ങളായ ഞങ്ങൾക്ക് അത് കൂടുതൽ ഊർജവും വീര്യവും നൽകുന്നതാണ് എന്ന് പറയുവാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, 2017 ജൂലൈ 3-ാം തീയതി വന്ന വിധിയിൽ ശവക്കോട്ട സെമിത്തേരി സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. എത്രമാത്രം ഈ കാര്യങ്ങളൊക്കെ വാദവിസ്താരങ്ങളുടെ സമയത്ത് വന്നിട്ടുണ്ട് എന്നറിയില്ല. എങ്കിൽ പോലും ഒരു യാക്കോബായക്കാരൻ അവൻ ഏതു സമയത്തും താൻ ഏത് ഇടവകയിലാണോ ജനിച്ചു വളർന്നത്, അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവർ ഏത് പള്ളിയുടെ സെമിത്തേരിയിലാണോ കല്ലറകളിലാണോ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്, അവിടെ പോയി ഒരു മെഴുകുതിരി കത്തിച്ച് തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കടമയും കർത്തവ്യവും അത് ഏതൊരു യാക്കോബായ സുറിയാനിക്കാരനും അവൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ളതാണ്. എങ്കിൽ ഇന്നലെ ഉണ്ടായ പുതിയ ഒരു വിശ്വാസത്തിലേക്ക് താൻ മാറിയില്ല എങ്കിൽ തനിക്ക് തന്റെ ബന്ധുമിത്രാദികൾക്ക് മാന്യമായ ഒരു ശവസംസ്കാര ശുശ്രൂഷ ലഭിക്കുകയില്ല എന്നുള്ള പുതിയ ഒരു തിരിച്ചറിവിലേക്ക് ഇന്നവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ കുടുംബാംഗങ്ങളെ പോലെയുള്ളവർ എന്നും വഴികാട്ടിയായിട്ട്, എന്നും മാർഗദർശകമായിട്ട്, എന്തൊക്കെ സംഭവിച്ചാലും താൻ ജനിച്ചു വളർന്ന, താൻ ഏത് സഭയിലാണോ മാമോദീസ വെള്ളം തന്റെ തലയിൽ വീണുകൊണ്ട് ക്രിസ്ത്യാനിയായത്, ഏത് സഭയിൽ നിന്നാണോ വിശുദ്ധ മൂറോൻ കൂദോശ സ്വീകരിച്ചിട്ടുള്ളത്, ഏത് സഭയിൽ നിന്നാണോ വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ചിട്ടുള്ളത്, ആ സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രം, ആ സഭയിലുള്ള പുരോഹിതന്മാരെ അനുസരിച്ചുകൊണ്ട് മാത്രം, ആ സഭയിലുള്ള പുരോഹിതന്മാരുടെ കൈവെപ്പുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം താനും തന്റെ ബന്ധുമിത്രാദികളും അവർ മരിക്കുവോളം ആ സഭയിൽ തന്നെ നിലനിൽക്കുമെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ കുടുംബാംഗങ്ങളെ അഭിനന്ദിക്കുന്നതിനു വേണ്ടി, ആ കുടുംബാംഗങ്ങൾക്കൂടെ അവർ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടി ഈ സമയം ഞാൻ ചെലവഴിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്നോർക്കണം, ഈ കുടുംബാംഗങ്ങൾ സഹിച്ചത് അവർക്ക് വേണ്ടി മാത്രമല്ല. ഈ കുടുംബാംഗങ്ങൾ സഹിച്ചത് പരിശുദ്ധ സഭയെ പ്രതി, പരിശുദ്ധ സഭയുടെ വിശ്വാസികളായിട്ടുള്ള നമ്മളെല്ലാവരുടെയും വിശ്വാസ സ്ഥൈര്യത്തെ ലോകത്തിനു മുഴുവൻ കാണിച്ചു കൊടുത്ത ഈ വരിക്കോലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഇടവകാംഗങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്, അമ്മയെ മറന്നാലും അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുകയില്ലെന്നും, കാലമെത്ര കഴിഞ്ഞാലും ഒരു യാക്കോബായ സുറിയാനിക്കാരന്റെ അവന്റെ ഞരമ്പുകളിൽ നിന്നും ഒരിക്കലും ഈ അന്ത്യോക്യ വിശ്വാസം മാറിപ്പോവുകയില്ല, മായുകയില്ല, അത് മായ്ക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ലോകത്തിനോട് മുഴുവൻ വിളിച്ചു പറയുവാൻ കിട്ടിയ അവസരം ഉപയോഗിക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.